ജയിലിൽ ചാടാൻ ഗോവിന്ദചാമി നടത്തിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ്. ചോറ് ഒഴിവാക്കി ശരീരഭാരം കുറയ്ക്കുകയായിരുന്നു. ചപ്പാത്തി മാത്രമാണ് കഴിച്ചത്. ഇതിനായി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും വാങ്ങിയിരുന്നു. ചുവരിനോട് ചേർന്നായിരുന്നു കിടന്നുറങ്ങിയത്. കനത്ത മഴയായിരുന്നു. ഗോവിന്ദചാമി കിടന്ന 10ാം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചവുമില്ല. 1:10 ഒരു വാർഡൻ വന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. സെല്ലിലെ കമ്പികൾ മുറിച്ചാണ് പുറത്ത് കടന്നിരിക്കുന്നത്. ജയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നിന്നും ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 വലിയ ഡ്രമ്മുകൾ വെച്ച് ഫെൻസിംഗ് കമ്പിയിൽ തുണികൾ കൂട്ടിക്കെട്ടിയാണ് കയറിയത്. ശേഷം ഇതേ തുണി താഴേക്കിട്ട് പിടിച്ച് ഇറങ്ങുകയായിരുന്നു. ഉണക്കാനിട്ടിരുന്ന തുണികളും ഗോവിന്ദചാമി എടുത്തിട്ടുണ്ടായിരുന്നു. ജയിലിലെ വെള്ള വസ്ത്രം മാറ്റിയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ജയിലിലെ വരാന്തയിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സെല്ലുകളിൽ CCTV ഇല്ല. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഫെൻസിംഗിൽ വൈദ്യുതിയുമില്ല. ജയിൽ ചാടിയ കേരളത്തെ പിടിച്ചുകുലുക്കിയ ബലാത്സംഗ കൊലക്കേസ് കുറ്റവാളി കൊടും ക്രിമിനൽ ഗോവിന്ദചാമി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. DCC ഓഫീസിന് സമീപത്തെ ചായക്കടയ്ക്ക് പിന്നിൽ കണ്ടതായി ചില പ്രാദേശികവാസികൾ പോലീസിന് വിവരം നൽകിയിട്ടുണ്ടായിരുന്നു. കണ്ണൂരിലെ താളാപ്പിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ ആദ്യം ഒളിച്ചിരുന്ന കെട്ടിടത്തിൽ പോലീസ് വളഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ തടിച്ചുകൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇയാളെ പിടിച്ചില്ല എന്നാണ് പിന്നീട് പോലീസ് പറഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും സ്ഥലത്തേക്ക് ആൾക്കാർ എത്തുകയായിരുന്നു. ഇതിനിടെ കെട്ടിടത്തിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദചാമി അടുത്തുള്ള കിണറ്റിലേക്ക് ചാടി ഒളിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. ജയിലിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ഇത്. ആളുകളെ കണ്ടപ്പോൾ മതിൽ ചാടി ഓടിയെന്നും പറയുന്നുണ്ട്. കള്ളി ഷർട്ടാണ് ആ സമയം ഗോവിന്ദചാമി ധരിച്ചതെന്നും തലയിൽ തുണി ചുറ്റിയെന്നും ദൃക്സാക്ഷികൾ പറയുന്നുമുണ്ട്. രാവിലെ പരിശോധനയ്ക്കിടെയാണ് ഗോവിന്ദചാമി സെല്ലിലില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നാണ് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഗോവിന്ദചാമി അർദ്ധരാത്രി 1:10 ഇയാൾ ജയിലിൽ ചാടുന്നത്. ജയിൽ കമ്പി മുറിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടത്. അതിനിടയ്ക്ക് അതിനെയും സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ ആക്കാൻ ശ്രമിക്കുകയാണ് സതീശന്റെ ശ്രമം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയതിൽ ദുരൂഹത ആരോപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിയെ കിട്ടിയത് തന്നെ മഹാഭാഗ്യം. ഒരു കൈക്ക് സ്വാധീനമില്ലാത്തയാൾ ഏകാന്ത തടവിൽ നിന്നും രാത്രി 1:15 കമ്പികൾ മുറിച്ച് പുറത്ത് കടന്നതിലും നീളമുള്ള തുണിക്കൊണ്ട് ഇത്രയും വലിയ മതിൽ ചാടിക്കടന്നതിലും ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരിക്കുന്നത്. ജയിലിനകത്തു നിന്നും പുറത്തു നിന്നും ഗോവിന്ദചാമിക്ക് എല്ലാ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് നടക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് എന്ന് പ്രതിപക്ഷം പല പ്രാവശ്യം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് എന്നും സതീശൻ പറയുകയാണ്. ക്രിമിനലുകൾക്ക് കുട പിടിച്ചിരിക്കുകയാണ് അവിടെ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും മദ്യവും ലഹരിയും. ഏറ്റവും ആധുനികമായ ഫോണുകളാണ് അവർ ഉപയോഗിക്കുന്നത്. കിരീടം വെക്കാത്ത രാജാക്കന്മാരെ പോലെയാണ് ജയിൽ ജീവിതമെന്നും VD സതീശൻ ആരോപിച്ചിരിക്കുകയാണ്.